നമസ്കാരം സുഹൃത്തുക്കളെ. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ വി രാജേഷ് ഇപ്പോൾ ഒരു അമേരിക്കൻ പര്യടനത്തിലാണ്. ഏതാണ്ട് 10 ദിവസത്തോളം നീളുന്ന പര്യടനമാണ്. അദ്ദേഹം ഇങ്ങനെ അമേരിക്കൻ പര്യടനം നടത്തുമ്പോൾ അദ്ദേഹത്തിനെതിരെയും അദ്ദേഹത്തിൻ്റെ കോർപ്പറേഷനെതിരെയുമൊക്കെ വാർത്ത കൊടുക്കാനും പോസ്റ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഒരു കൂട്ടർ ഇവിടെ പ്രത്യേകം തയ്യാറായി നിന്നിരുന്നു. എന്നാൽ അവർക്കത് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള മഴക്കെടുതിയുണ്ട്, പ്രളയമുണ്ട്, മിന്നൽ പ്രളയമുണ്ട്, അങ്ങനെ പല ദുരിതമായിട്ട് നിൽക്കുന്ന സമയമാണ്. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ നിന്ന് മാത്രം ഇത്തരം വാർത്തയൊന്നും നമ്മൾ കേൾക്കുന്നില്ല. മുൻപ് ഇതുപോലെ പ്രളയമൊന്നും ഇല്ലാത്ത സമയത്ത് പോലും കേവലം ഒരു മഴ പെയ്താൽ പെട്ടെന്ന് തന്നെ അവിടെ കടകളിലേക്ക് വെള്ളം കയറുന്നു, ഓടകൾ അടയുന്നു, നഗരം തന്നെ വെള്ളത്തിൽ മുങ്ങുന്നു. ഇത്തരം വാർത്തകളും കാഴ്ചകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഇത്തവണ അദ്ദേഹത്തിൻ്റെ ഈ അമേരിക്കൻ യാത്രയെ പരിഹസിക്കാം അല്ലെങ്കിൽ എഴുത്തി കാണിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുന്നേ തന്നെ കരുതിക്കൂട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. പക്ഷേ അത്തരം യാതൊരു വാർത്തകളും കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി വരുന്നില്ല. അഥവാ അവരത് ഫലപ്രദമായിട്ട് നിയന്ത്രിച്ചു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഞാൻ അതുമാത്രമല്ല പറയാൻ പോകുന്നത്. ഇനി പറയുന്ന കാര്യങ്ങൾ നികുതി അടയ്ക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, അല്ലെങ്കിൽ വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ പൗരൻ എന്ന നിലയിൽ രാഷ്ട്രീയ ചിന്തയില്ലാതെ കേൾക്കേണ്ട കാര്യമാണ് പറയേണ്ടത്. ആ രീതിയിൽ തന്നെ വേണം ഇതിനെ ഉൾക്കൊള്ളാൻ. കേരളത്തിൽ 6 കോർപ്പറേഷനുണ്ട്. അതിൽ ഒരു കോർപ്പറേഷന് മാത്രം മേയറാണ് വി രാജേഷ്. ആ വി രാജേഷ് അമേരിക്കയിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ എന്താണ്? അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റി മേയർ, മസൂറി എന്നൊരു സിറ്റിയിലെ മേയറുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുന്നു, ഉദ്യോഗസ്ഥരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നു. വേസ്റ്റ് മാനേജ്മെൻറ്റിനെ പറ്റി അദ്ദേഹം പഠിക്കാൻ ശ്രമിക്കുന്നു. അതേപോലെ തന്നെ IT, ഈ നായ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവരുമായി സഹകരിച്ച് പദ്ധതികൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നു. അത് നടത്തിയെടുത്തു എന്നല്ല അതിൻ്റെ അർത്ഥം, അതിനുള്ള ശ്രമം നടത്തുന്ന കാഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം കേവലം ഒരു മേയർ മാത്രമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം അവിടെ ചെന്നിട്ട് അവിടുത്തെ സിറ്റി മേയറുമായിട്ട്, അതായത് അദ്ദേഹത്തിന് തത്തുല്യമായിട്ടുള്ള പദവി വഹിക്കുന്ന ആൾക്കാരുമായിട്ടാണ് അദ്ദേഹം അവിടെ കൂടിക്കാഴ്ചയും ആശയവിനിമയവും ഒക്കെ നടത്തുന്നത്. അത്തരം ദൃശ്യങ്ങളും വാർത്തകളുമാണ് നമ്മൾ കാണുന്നത്. ഇത്രയും വരെ ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ. അദ്ദേഹം ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം പലതവണ അമേരിക്കൻ പര്യടനം നടത്തി പല കാരണങ്ങൾ കൊണ്ട്. പക്ഷേ അവിടുത്തെ സ്റ്റേറ്റ് ഭരിക്കുന്ന, നമ്മുടെ ഇവിടുത്തെ പോലെ മുഖ്യമന്ത്രിയല്ല അമേരിക്കയിൽ, അവിടെ ഗവർണർമാരാണ് സ്റ്റേറ്റ് ഭരിക്കുന്നത്. അതുപോലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് ഗവർണറുമായിട്ട് അദ്ദേഹം ചർച്ച ചെയ്യുന്നതോ ആശയവിനിമയം നടത്തുന്നതോ നമ്മൾ കണ്ടിട്ടേയില്ല. പോട്ടെ, ഒരു മേയറുമായിട്ട് പോലും അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. ഏറ്റവും കുറഞ്ഞ പക്ഷം അമേരിക്കയിൽ അറിയപ്പെടുന്ന ഏതെങ്കിലും വലിയ വ്യവസായികളോ അതുപോലുള്ള ആളുകളുമായിട്ട് അദ്ദേഹം ഒന്ന് സംവദിച്ച് ആശയവിനിമയം നടത്തി കേരളത്തിന് എന്തെങ്കിലും നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അദ്ദേഹം ശ്രമിക്കുന്നതായിട്ടുള്ള വാർത്തയോ ചിത്രങ്ങളോ നമ്മൾ കണ്ടിട്ടേയില്ല. അമേരിക്കയിൽ ചെന്നിറങ്ങുന്ന ഏതൊരു വ്യക്തിക്കും പൈസ ഉണ്ടെങ്കിൽ കാശ് കൊടുത്താൽ വാടകയ്ക്കെടുക്കാവുന്ന ടൈം സ്ക്വയർ എന്ന ആ സ്ഥലത്ത് ഒരു പാട്ട കസേരയിലിരുന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാനും നിങ്ങളും അടക്കം അതിനെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട്. ട്രോളന്മാർ ആഘോഷിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഘോഷിക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ അങ്ങനത്തെയാണ്. അവിടെ അമേരിക്കയിൽ ഏതെങ്കിലും സ്റ്റേറ്റിലോ അല്ലെങ്കിൽ അമേരിക്ക ഭരിക്കുന്ന ഭരണകൂടത്തിൽ അധികാരത്തിലിരിക്കുന്ന ഏതെങ്കിലും MP ആയിട്ടോ പോലുമല്ല അദ്ദേഹം അവിടെ വേദി പങ്കിട്ടത്. കുറച്ച് മലയാളികൾ അതിൽ തന്നെ ഈ അനൗൺസ് ചെയ്യാനും മറ്റുമൊക്കെ നികേഷ് കുമാർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ കമ്മ്യൂണിസം എന്നോ CPM എന്നോ കോംറേഡ് എന്നോ പറയാതിരിക്കാൻ അവർ വളരെയേറെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ നടത്തിയ ഒരു കോമഡി പരിപാടി മാത്രമാണ് ഒരു തവണ നമ്മൾ കണ്ടത്. മറ്റൊരു തവണ കണ്ടത് അതിലും വിചിത്രമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഇവിടെ നിപ്പയെ പ്രതിരോധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലെ ഏതോ ഒരു കടലാസ് സംഘടന ഒരു പിഞ്ഞാണം അവാർഡ് കൊടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. ആരാണ് കൊടുത്തതെന്ന് പോലും കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും അറിയില്ല. അപ്പോൾ ഇത്തരം കാഴ്ചകളല്ലാതെ ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അമേരിക്കയിൽ ചെന്നിട്ട് അവിടുത്തെ ഏതെങ്കിലും സ്റ്റേറ്റ് ഗവർണർമാരോടോ ഒരു മേയർമാരോടോ സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടേയില്ല. അത്തരം വാർത്തയും ഇതുവരെ നമുക്കറിയില്ല. അവിടെയാണ് കേവലം ഒരു കോർപ്പറേഷൻ ഭരിക്കുന്ന മേയർ അമേരിക്കയിൽ ചെന്നിട്ട് അവിടുത്തെ സിറ്റി മേയറുമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ തുല്യമായിട്ടുള്ള സ്ഥാനം അവിടെ വഹിക്കുന്ന ആളുമായിട്ടാണ് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത്. നോക്കൂ, ആരാണ് തൻ്റെ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിച്ചത് എന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തിയുള്ളത്, അതിന് കഴിവുള്ള ആൾ ആരാണ് എന്നിവിടെ വ്യക്തമാണ്. പിണറായിക്ക് അത് സാധിച്ചില്ല, ഒരിക്കൽ പോലും സാധിച്ചില്ല. അദ്ദേഹം അമേരിക്കയിൽ പോയിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്നതിനപ്പുറം ക്രിയാത്മകമായിട്ട് ഈ കേരളത്തിന് വേണ്ടിയിട്ട് ഒന്നും അദ്ദേഹം ചെയ്തില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റിയില്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർക്കും പറ്റിയില്ല. ആ സ്ഥാനത്ത് മേയറായ വി രാജേഷ് അവിടെ ചെന്നിട്ട് മേയർമാരുമായിട്ട് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നു. അവിടെയുള്ള ഭരണത്തിലിരിക്കുന്ന എന്ത് തരം ഭരണകൂടമാണെങ്കിലും ശരി, അതിപ്പോൾ സ്റ്റേറ്റ് ആയാൽ അങ്ങനെ, അതല്ല അമേരിക്ക മൊത്തത്തിലുള്ളതാണെങ്കിൽ അങ്ങനെ, അതുപോലുള്ള ഉന്നത ആൾക്കാരുമായിട്ടാണ് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത്. അല്ലാതെ എവിടെയെങ്കിലും പോയിട്ട് ഒരു പാട്ടക്കസേരയിലിരിക്കുന്നോ ഒരു പിഞ്ഞാണം അവാർഡ് വാങ്ങുന്ന അത്തരം ദൃശ്യങ്ങളോ വാർത്തകളോ അല്ല നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വോട്ട് ചെയ്യുന്ന ഒരു പൗരൻ എന്ന നിലയിൽ, നികുതി അടയ്ക്കുന്ന ഒരു പൗരൻ എന്ന നിലയിൽ 2 പേർക്ക് 2 ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. ഒരാൾക്ക് കുറേ കൂടെ വലിയ ഉത്തരവാദിത്വമാണ്. ഈ 6 കോർപ്പറേഷനും കൂടെ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ ചെന്നിട്ട് എന്താ കാണിച്ചത്? അതേസമയം ഒരു കോർപ്പറേഷന് മാത്രം ഭരണമുള്ള ഒരാൾ ചെന്നിട്ട് ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ ആ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ
ഭരണം നടക്കുന്ന കോർപ്പറേഷന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ് നമ്മൾ കാണുന്നത്. അവിടെ പിണറായി വിജയൻ കേരളത്തിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു എന്ന് ഗൗരവമായി ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു നാണക്കേട് തോന്നും. ഇതായിരുന്നല്ലോ നമ്മുടെ മുഖ്യമന്ത്രി എന്ന് ആരും ചിന്തിച്ചു.